സർ, നമസ്കാരം. ഒന്ന് രണ്ട് നമസ്കാരം കിട്ടി കഴിഞ്ഞതാ. ഇനി പുതിയതൊന്നും വേണമെന്നില്ല. ഇല്ല സർ, ഞാനൊരു മര്യാദക്ക്. നല്ല കാര്യം. അപ്പോ താനൊരു മര്യാദ കാണിക്കുമ്പോ തിരിച്ചൊരു മര്യാദ കാണിക്കണ്ടേ ഞാൻ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. എന്ന് ചോദിച്ചാ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അത് തന്നെ അതിന്റെ ഒരു മര്യാദ. നിന്നെ എനിക്ക് വേണം ത്രിവിക്രമ. നിന്നെ ഒന്നും മര്യാദ പഠിപ്പിക്കാനുണ്ട്. ഇത് വീര്യം കൂടി മരുന്നാന്നാ പറയുന്നത്. ഇത് കഴിച്ചാ ഫുൾ ടൈം ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കും. നിങ്ങളതവിടെ വെച്ചേ. ഉറക്കം തൂങ്ങിയാലില്ലെങ്കിലും ഡോക്ടർമാരൊന്നും കാണാതെ മരുന്ന് എഴുതൂലല്ലോ. എല്ലാ അസുഖം മാറാനായിട്ടല്ലേ. ആന്റി അവര് വന്നു. വരൂ സാർ, ഇരിക്കാം. കൃഷ്ണേ, മോളെ അകത്തേക്ക് കൊണ്ടുപോ. ഇരിക്കും സാർ, ഞാൻ സാറിന് ചായ എടുക്കാം. വേണ്ട, ചായ ഒന്നും വേണ്ട. ഇപ്പൊ നമ്മളെല്ലാവരും ശ്രീലക്ഷ്മിയുടെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്ര നടന്നതല്ലേ. ശ്രീലക്ഷ്മി, കുറച്ച് വെള്ളം കുടിക്കുക. സരോജമ്മ, കുറച്ച് വെള്ളം എടുത്തട്ടെ. ഇരിക്കും ശ്രീലക്ഷ്മി. സാരല്ല സർ. ഇരിക്കടോ, സുഖമില്ലാത്തോണ്ടല്ലേ. ശരിയാ, മോളിരിക്കേ. മതിയോ സാർ? ആശുപത്രിയിൽ നിന്ന് വന്ന സ്ഥിതിക്ക് സാറിന് നല്ല ക്ഷീണം കാണും. സാർ പോയി വിശ്രമിച്ചോളൂ. മോളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ നോക്കിക്കോളാം. ഇടയ്ക്ക് ഫോൺ വിളിച്ചോളാം സാറിന്. അതൊന്നും സാരമില്ല ശ്രീലക്ഷ്മി അച്ഛാ. ചിലത് ആലോചിച്ചുറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. നിങ്ങൾക്ക് രണ്ടാൾക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ 3-4 ദിവസം ഇവിടെ നിൽക്കാന്നാ വിചാരിക്കുന്നത്. അപ്പോ എനിക്ക് ശ്രീലക്ഷ്മിയെ കൂടുതൽ ശ്രദ്ധിക്കാലോ. അയ്യോ സാർ, സാർ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ സാറിന് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ശരിയാവുമെന്നാ എന്റെ ഒരു ടെൻഷൻ. അതെ, അതൊരു പ്രശ്നാ. സാറിന്റെ വീട് വെച്ച് നോക്കുമ്പോ ഇത് വെറും ഒരു കോഴിക്കോടിന്റെ അത്രയല്ലേ ഉള്ളൂ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. വീടിനെ വീടാക്കുന്നത് അതിന്റെ വലിപ്പമോ അവിടുത്തെ ഫർണിച്ചറുകളോ അല്ല, താമസിക്കുന്ന മനുഷ്യന്റെ മനസ്സാണ്. ഇവിടെ നിങ്ങൾ 3 ആൾക്കും അത് ധാരാളമുണ്ട്. ഇപ്പോ നമ്മൾ ശ്രീലക്ഷ്മിയുടെ കെയർ മാത്രമേ ചിന്തിക്കാവൂ. എന്റെ സൗകര്യങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രീലക്ഷ്മിയെ നോക്കുന്നില്ല എന്നല്ല കേട്ടോ. ശ്രീലക്ഷ്മിയോടൊപ്പം ഞാനും കൂടെ ഉണ്ടെങ്കിൽ എനിക്കും മനസ്സിനൊരു ആശ്വാസം ലഭിക്കും. അതാ ഞാൻ ഇങ്ങനൊരു സജഷൻ വെച്ചത്. സാറിന്റെ മനസ്സ് വളരെ വലുതാണ് സാർ. മോൾക്ക് വേണ്ടി സാർ എന്തൊക്കെ ചെയ്തു തന്നിരിക്കുന്നു. ദേ ഇപ്പോ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഈ ചെറിയ വീട്ടിൽ താമസിക്കാന്ന് പറയുന്നു. സാർ ദൈവമാണ് സാർ. ഞങ്ങൾ കൈയെടുത്ത് തൊഴേണ്ട ദൈവം. അയ്യോ സരോജമ്മ, പ്ലീസ്. ശ്രീലക്ഷ്മിയുടെ കാര്യങ്ങളിൽ അച്ഛനമ്മമാരായ നിങ്ങൾക്കുള്ള അതേ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞ ഭർത്താവായി എനിക്കല്ലേ ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വേണ്ടത്. അതുകൊണ്ട് ശ്രീലക്ഷ്മിയുടെ അടുത്ത് ഞാനിപ്പോ ഉണ്ടാവണം. ദാറ്റ്സ് മൈ ഡ്യൂട്ടി. നിങ്ങളത് അനുവദിച്ചു തന്നാൽ മാത്രം മതി. ഇതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട സാർ. ഇത് സാറിന്റെ വീടാ. ഞങ്ങളുടെ മകൾ സാറിന്റെ താലി ഏറ്റുവാങ്ങിയ ഭാര്യയും. അവൾക്ക് എന്ത് അവകാശം ഈ വീടിനോട് ഞങ്ങളോടും ഉണ്ടോ അത് സാറിനും ഉണ്ട്. സാറിന് തീരുമാനിക്കാൻ കാര്യങ്ങള്.
ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ. വലിയ ഉപകാരം. ഇപ്പൊ പറഞ്ഞ പോലെ അഗ്നിസാക്ഷിയാക്കി ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി ചാർത്തി സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടാവുന്ന വാക്കുകൊടുത്തതാ ഞാൻ. അത് വെറും ഉപചാരത്തിനായിട്ട് പറഞ്ഞല്ല, ജീവിതം കൊണ്ട് തെളിയിക്കാനുള്ളതാ. ശരി സാർ, ഇനി സാറിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ആ ദേ, നിങ്ങൾക്ക് ആ മുറി വിശ്രമിക്കാം. ഞങ്ങളുണ്ടാവും ഇവിടെ ഏത് ആവശ്യത്തിനും. വാ, ശരി, വാ. ശരി. വലിച്ചെറിയടാ അവനെ. ഇങ്ങോട്ട് ഇറങ്ങടാ. വിട്ടോ വിട്ടോ. ഹലോ, ആരാ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ. എന്താ സർ? നിങ്ങളുടെ സഹോദരനാണ് ത്രിവിക്രമൻ. അതെ സർ, എന്താ കാര്യം? അയാൾക്കൊരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അയ്യോ സർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാര്യമായ മുറിവ് പറ്റിയിട്ടുണ്ട്. വളരെ കഷ്ടപ്പെട്ട നിങ്ങളുടെ ഫോൺ നമ്പർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിലോട്ട് വരണം. ആ സർ. ദീപു, കൃഷ്ണേ, ദീപു. എന്താ ആന്റി? ചേട്ടൻ എന്തോ അപകടം പറ്റി റോഡിൽ ഉപേക്ഷിച്ചിട്ട് പോയെന്ന്. പോലീസ് സ്റ്റേഷനിൽ നിന്നാ ഇപ്പൊ വിളിച്ച്. അവര് ചേട്ടനെ ജില്ലാ ഹോസ്പിറ്റലിലാക്കിന്ന്. അയ്യോ. ദീപു, നീ പെട്ടെന്ന് പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വാ. ആ ശരി. ഓ, സാറൊന്ന് ഇങ്ങോട്ട് വന്നേ. ചായക്കാണോ? ഇപ്പൊ തരാം. എനിക്ക് ചായയും വേണ്ട കാപ്പിയും വേണ്ട. സാറൊന്ന് ഇങ്ങോട്ട് വന്നാ മതി. ദേ, ഒരു മിനിറ്റ്. ഇനി മുതലേ ഞാൻ അങ്ങോട്ട് വരുവേ. യെസ്. അതെ, താൻ ഇവിടെ ഇരുന്നാൽ മതി. സർ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ തന്നോട് എന്താ പറഞ്ഞെന്നറിയാലോ? അറിയാം. എന്താ പറഞ്ഞേ? കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കണമെന്ന്. അതാ ഞാനും പറയുന്നു.
താൻ ഇവിടെ ടിവിയും കണ്ടിരുന്ന് റെസ്റ്റ് എടുക്കാം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എടോ, ഈ ഭാര്യ ഭർത്താവ് ബന്ധം എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവം തനിക്കറിയാം. ഓരോ ബന്ധങ്ങൾക്കിടയിലും നേർത്ത ചില നൂലിഴകളുണ്ട്. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമാണ് അതിന് ബലം നൽകുന്നത്. അതൊന്നുമില്ലാത്ത ബന്ധങ്ങൾ വെറും അഭിനയം മാത്രമായിരിക്കും. ആഹാ, രാവിലെ ചായയും ഫിലോസഫി, നല്ല കോമ്പിനേഷൻ. എന്നാലേ സാറിന് നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും. സാറാണ് കാപ്പി ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാൽ അമ്മ അച്ഛനെ എന്നെ വഴക്കു പറയും. ഞാൻ ഉണ്ടാക്കുന്നവരോട് പറയണ്ട. അതാ ഞാൻ പറഞ്ഞത്, അഭിനയിക്കേണ്ടി വരും. നിർദോഷമായ കള്ളം പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അവരമ്പലത്തിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും ഇഡലിയും സാമ്പാറും ഞാൻ റെഡിയാക്കാം. താൻ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞോളാം. അതൊന്നും ശരിയാവില്ല സാർ. ഞാൻ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കി ശരിയാവില്ലെന്നാണോ? എങ്കിൽ തനിക്ക് തെറ്റി. പണ്ട് കോടമ്പക്കത്തും മദ്രാസ് സിറ്റിയിലും ഒക്കെ കറങ്ങി നടന്നു നിന്ന കാലത്ത് പഠിച്ചെടുത്തത് ഞാനിതൊക്കെ. ഞാനും രാജാറാം കൂടി കുറെ പാചകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. രാജാറാമിന് എന്നെക്കാളിലും കൈപ്പുണ്യം. ആ പഴയ പാചക വിരുദ്ധകളൊക്കെ ഞാനൊന്ന് പുതുക്കിയെടുക്കട്ടുള്ളൂ. അതുമല്ല, ഇനിയിപ്പോ താൻ പനി പിടിച്ച് എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ കിടക്കേണ്ടി വന്നാൽ എന്തെങ്കിലും ഉണ്ടാക്കി തരണ്ടേ? അതിന് പനി പിടിച്ച് കിടക്കുമ്പോ സാമ്പാറല്ല കഴിക്കുന്നത്, കഞ്ഞി പോലത്തെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആഹാരം. ഈ ഇപ്പോഴത്തെ മെഡിസിനോട് നമ്മളുടെ ശരീരം പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല നല്ല ആഹാരം കഴിക്കണം. ഹോംലി ഫുഡാണോന്നേ ഉള്ളൂ. കൂട്ടത്തില് ഐസ്ക്രീമും കഴിക്കാം. അതെ അതെ, പനിക്ക് ഏറ്റവും ബെസ്റ്റ് ഐസ്ക്രീമാണ്. പനി പിടിച്ചു കിടന്നൊരാൾ ഐസ്ക്രീം കഴിച്ച് ആശുപത്രിയിൽ നിന്ന് ഓടിയ ഒരു വാർത്ത എവിടെയോ വായിച്ചായിരുന്നല്ലോ. എവിടായിരുന്നു അത്? സാറിന് കളിയാക്കല്ലേ ഈ സാറിന്റെ ഒരു കാര്യം. തന്നെ ഈ ചായ കുടിക്കേ, അപ്പോഴത്തേക്ക് ഞാൻ കഴിക്കാനുള്ള ഇഡലിയും സാമ്പാറും റെഡിയാക്കാം. Yes. എങ്ങനെയുണ്ട്? സാറിനെ പോലെ ഉണ്ട്. എന്നെ പോലെ? ആ, സ്വീറ്റ് ആൻഡ് സോഫ്റ്റ്. Excuse me, sir. Sandra. ഇരിക്കും മാഡം. താൻ ഇവിടെ ഇരിക്കും. താൻ പേഷ്യന്റ് അല്ലേ? ഈ സാർ എന്നെ ഒരു നിത്യരോഗിയാക്കുന്ന ലക്ഷണം. ഞാൻ വന്നത് അസൗകര്യമായോ? I'll come back later. അതെ അതെ, വലിയ അസൗകര്യമായി. താൻ ഇവിടെ ഇരിക്കൂ. എന്താ സൗകര്യം? ഇവിടെയുള്ള സൗകര്യങ്ങളിൽ ഞങ്ങൾ തൃപ്തരാണ്. തനിക്ക് ഇഡ്ലി സാമ്പാർ എടുക്കട്ടെ? രവിവർമ്മ സ്പെഷ്യൽ. വേണ്ട സർ, ഞാൻ കഴിച്ചതാ. അല്ല, താനെന്താ രാവിലെ? ശ്രീലക്ഷ്മിയെ കണ്ട് സുഖവിവരം അന്വേഷിച്ചിട്ട് ഓഫീസിലേക്ക് പോവാന്ന് കരുതി. അതാ രാവിലെ ഇങ്ങോട്ട് വന്നത്. ഓ, പിന്നെ കുറച്ച് പെൻഡിങ് ഫയൽസ് സൈൻ ചെയ്യാനുണ്ട്. ഇങ്ങോട്ട് എത്തിക്കണോ അതോ? വെൽക്കം. എനിക്ക് ചില വർക്കുകൾ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മാഡം.
സാർ ഇന്ന് ഓഫീസിലേക്ക് വന്നോളൂ. സരോജ ആന്റിയും സുദർശനങ്ങളും ഒക്കെ എവിടെ? അവർ രണ്ടാളും രാവിലെ അമ്പലത്തിൽ പോയതാ. ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ കിടന്നപ്പോ സരോജാമ്മ എന്തൊക്കെയോ നേർച്ചകൾ നിർത്തും. അതൊക്കെ നടത്തുന്നതിന് തുടക്കം ഇന്നു മുതലാ. ശരി സാർ, ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓഫീസിലെത്താൻ ലേറ്റ് ആവും. ഒരു ചായ കുടിച്ചിട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ഓഫീസിൽ അല്പം താമസിച്ചാൽ തന്റെ ബോസിനോട് വഴക്ക് പറയരുതെന്ന് ഞാൻ പറഞ്ഞോളാം. ചായ വേണ്ട സാർ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാം. ശ്രീലക്ഷ്മി, താൻ സോറി, ഇനി മുതൽ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ അല്ലേ? എന്നെ മാഡം പഴയതുപോലെ വിളിച്ചാ മതി. എന്നാലും എന്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും തരാതെ വിട്ടു എന്നുള്ള ചീത്തപ്പേര് എനിക്ക് വേണ്ട. പ്ലീസ്. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ. ശരി. ശരി സാർ. Come on, continue. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും ചേരേണ്ടവർ തമ്മിലേ ചേരൂ. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും വിധി അവരെ ചേർത്ത് വെക്കും. അതാണ് രവിസാറിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യത്തിൽ സംഭവിച്ചത്. എനിക്ക് തിരിച്ചറിവുണ്ടാകാൻ വൈകിപ്പോയി. വെറുതെ ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ സ്വപ്നം കണ്ടു. ഈ വിവാഹം തടയാൻ ആ ത്രിവിക്രമനും ഏതോ ഗൗരിദാസനും ഒക്കെ ശ്രമിച്ചിട്ടും ദൈവം ശ്രീലക്ഷ്മിയോടൊപ്പമായിരുന്നു. ശ്രീലക്ഷ്മി, യു ആർ റിയലി ലക്കി. ദൈവമേ, ഇത് ത്രിവിക്രമൻ ചേട്ടനല്ലേ? എന്തു പറ്റി? നിങ്ങളൊന്ന് സഹായിച്ചേ. ചേച്ചി, ഇതെന്ത് പറ്റിയതാ? എന്ത് പറ്റിയതെന്ന് അറിയില്ല മാഡം. ഇന്നലെ രാത്രിയില് ഹോസ്പിറ്റലിൽ ആരോ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോള് വന്നത്. ഞാൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിഞ്ഞില്ല. സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില്. തലയിലൊക്കെ നല്ല ചതവുണ്ട്. ഇപ്പോഴീ പകർച്ചവ്യാധിയൊക്കെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടത്താതെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. 1-2 ദിവസം കഴിഞ്ഞാലേ സംസാരിക്കാൻ പറ്റൂ. കഴുത്തിന് നല്ലൊരു ചതവുണ്ട്. ഇനി സംസാരിക്കുമ്പോഴേ അറിയൂ മാഡം എന്താ പറ്റിയതെന്ന്. ഓക്കെ ഓക്കെ, പത്മിനി ചേച്ചി പോയിക്കോളൂ. ആൻഡ് ടേക്ക് കെയർ ഓഫ് ഹിം. ശരി മാഡം. ത്രിവിക്രമന് ശരിക്കും ആക്സിഡന്റ് പറ്റിയതാണോ? അതോ രവി സാറോ രാജാറാം സാറോ നടന്നതൊക്കെ അറിഞ്ഞു കാണുമോ? മാഡം അങ്ങനെ രക്ഷപ്പെടാന്നൊന്നും വിചാരിക്കണ്ട. ടാബ്ലറ്റ് കൊടുത്തത് ഞാനാണെങ്കിലും അത് കൊണ്ടുവന്നതാരാ? അപ്പോ ഞാൻ കുടുങ്ങുമെങ്കിൽ മാഡവും കുടുങ്ങും. രവിയെ ദ്രോഹിക്കുന്നവർക്ക് ഞാൻ ഒരു ശിക്ഷയെ കൊടുക്കാറുള്ളൂ. ഓരോ പ്രശ്നങ്ങളും തീർന്ന് മനസ്സൊന്ന് ശാന്തമായിട്ട് വരുമ്പോ അടുത്ത ടെൻഷൻ തുടങ്ങും. ഇതൊരു അപകടമാണെങ്കിൽ ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതല്ല, ത്രിവിക്രമനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണെങ്കിൽ, ശ്രീലക്ഷ്മിക്ക് പോയിസൺ കൊടുത്തതുമായിട്ട് അതിന് ബന്ധമുണ്ടെങ്കിൽ അന്വേഷണങ്ങൾ എന്റെ പിറകെയും വരുമെന്ന് ഉറപ്പാ.